നമസ്കാരം. കേരളത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അപമാനിച്ചു എന്നൊക്കെയാണ് ചില CPM ഗ്രൂപ്പുകളൊക്കെ തന്നെ, CPM ഗ്രൂപ്പുകളും അതുപോലെ CPMന്റെ പ്രമുഖരായ നേതാക്കളും ഒക്കെ പറയുന്നത്. ഉള്ള കാര്യം പറഞ്ഞാൽ എങ്ങനെ അപമാനമാകും എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ സ്റ്റേറ്റ് പോലീസ് ചീഫ് ശ്രീ രവാഡ ചന്ദ്രശേഖർ IPS കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയത് വാർത്തയായി വന്നു. അതായത് രാജ്യത്ത് നാർക്കോട്ടിക് ടെററിസം ഉണ്ട്, വിദേശത്ത് നിന്ന് സിന്തറ്റിക് ലഹരി ഒഴുകുന്നു എന്നാണ് DGP രവാഡ ചന്ദ്രശേഖർ പറഞ്ഞത്. എന്തായാലും കേരളം രാജ്യത്തിന്റെ ഭാഗമായതുകൊണ്ട് കേരളത്തിലും ഇത്തരം നടപടികൾ ഉണ്ടാകുന്നു എന്ന സൂചന കൂടിയാണ് സംസ്ഥാന പോലീസ് മേധാവി നൽകിയത് എന്ന് വ്യക്തം. ഈ ഒരു അവസരത്തിൽ ഈ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ശ്രീ RV ബാബു അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നത് ഇതാണ്: ഇന്ന് രാജ്യത്തുള്ള ഭീകരവാദം ഇസ്ലാമിസ്റ്റ് മാവോയിസ്റ്റ് ടെററിസമാണ്. മയക്കുമരുന്ന് ഉപയോഗിച്ച് മാവോയിസ്റ്റുകൾ ഭീകരവാദം നടത്തുന്നതായി വാർത്തകൾ പൊതുവെ അപൂർവമാണ്. മയക്കുമരുന്ന്, സ്വർണ്ണക്കള്ളക്കടത്ത്, ഹവാല, കള്ളപ്പണം തുടങ്ങിയ ഇസ്ലാമിക ഭീകരവാദികളുടെ വഴികളാണ് ഇതൊക്കെ. ഇപ്പോൾ അത് തന്നെയല്ലേ പാലാ ബിഷപ്പ് അന്ന് പറഞ്ഞത്? എന്നാൽ കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ പാലാ ബിഷപ്പിനെ കുരിശിലേറ്റാൻ നടന്നവർ പുതിയ DGP പറഞ്ഞതിനെ കുറിച്ച് എന്ത് പറയും എന്ന് ശ്രീ RV ബാബു ചോദിക്കുന്നു. തീർച്ചയായിട്ടും അന്ന് പാലാ ബിഷപ്പ് ഇക്കാര്യം പറഞ്ഞതാണ്. നാർക്കോട്ടിക് ജിഹാദ്, അദ്ദേഹം ആ പദം മാറ്റി ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ടെററിസം എന്നത് മാറ്റി ജിഹാദാക്കി, രണ്ടും ഒന്ന് തന്നെ. അപ്പം അത്തരത്തിൽ വളരെ കാര്യമായ രീതിയിൽ കേരളത്തിൽ സാമൂഹ്യ വിരുദ്ധ, ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നതടക്കമുള്ള പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മതഭീകരവാദികൾ അവരുടെ വരുമാനത്തിനായി കണ്ടെത്തുന്നത് ഇത്തരം രാസലഹരിയുടെ ക്രയവിക്രയങ്ങളും അതുപോലെയുള്ള നടപടികളുമാണ് എന്നതൊക്കെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയാണ്. ഇത് തന്നെയാണ് അന്ന് പാലാ രൂപതാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പിതാവും അന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പാലാ രൂപതയിലെ ഓഫീസ് വളഞ്ഞു. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി അടക്കം SDPക്കാരും, അന്ന് PFI ഉണ്ട്, PFIക്കാരും ചേർന്ന് വളഞ്ഞു. അദ്ദേഹം ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ആ ബിഷപ്പ് ഹൗസ് തീ വെക്കാനുള്ള പ്ലാൻ വരെ ഉണ്ടായിരുന്നു. ഏതാണ്ട് അരമണിക്കൂർ കൊണ്ടാണ് ആ ഈരാറ്റുപേട്ട പാലാ ഭരണങ്ങാനം പ്രദേശത്തുള്ള പോപ്പുലർ ഫ്രണ്ട് SDP പ്രവർത്തകർ അവിടെ ഒഴുകിയെത്തിയത്. അപ്പം ഇവരുടെ ഈ നെറ്റ്വർക്ക് എത്ര ശക്തമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നുമില്ല, നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്നൊരു കാര്യം മാത്രമേ എന്ന് പാലാ ബിഷപ്പ് പറഞ്ഞു. ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി തന്നെ, അദ്ദേഹം ഏതായാലും ചുമ്മാ പറയേണ്ട കാര്യമില്ലല്ലോ. സംസ്ഥാന പോലീസ് മേധാവിക്ക് രാവിലെ ഇരുന്ന് വെറുതെ കുറെ കാര്യങ്ങൾ വിളിച്ചു പറയേണ്ട കാര്യമില്ല. ഉത്തരവാദിത്തപ്പെട്ടൊരു പോസ്റ്റാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തെ സംഖ്യയാക്കുമായിരിക്കും. ആദ്യം തന്നെ സംഖ്യയാക്കി വെച്ചു. അദ്ദേഹത്തെ നോട്ടിഫൈ ചെയ്ത് അദ്ദേഹത്തെ DGP ആക്കാനുള്ള ലിസ്റ്റിൽ മറ്റു 3 പേരുടെ പേരും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തെ സംഖ്യയാക്കി വെച്ചു. പിന്നെ ഇദ്ദേഹത്തിനെതിരെയായി ഇദ്ദേഹം കൂത്തുപറമ്പ് വെടിവെപ്പിൽ അന്ന് അദ്ദേഹം അവിടെ അസിസ്റ്റന്റ് കമ്മീഷണറാണ്. അദ്ദേഹം നിർദ്ദേശം കൊടുത്തിട്ടാണ് തുടങ്ങിയ ഇല്ലാ കഥകളൊക്കെ തന്നെ പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിനെതിരെ, രവാഡ ചന്ദ്രശേഖർ എന്ന വ്യക്തിക്കെതിരെ, അദ്ദേഹം എന്ന ഉദ്യോഗസ്ഥനെതിരെ വ്യാപകമായ പോസ്റ്റുകളും ഒക്കെ തന്നെ CPM സൈബർ കമ്മ്യൂണുകൾ ഇട്ടു. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്തു പറയുന്നു? കേരളത്തിലടക്കം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ നാർക്കോട്ടിക് ജിഹാദിസം ഇവിടെ നടപ്പിലാവുകയാണ്. യുവതലമുറയെ കാർന്നു തിന്നുന്ന ഈ രീതിയിലേക്ക്, അതായത് മയക്കുമരുന്ന് കച്ചവടം നടത്തി പണമുണ്ടാക്കി മതപരിവർത്തനം നടത്തി ഇവിടെ മതഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് നമ്മൾ ഒറ്റ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കേണ്ടതിന് പകരം ഇനി അദ്ദേഹത്തെ സംഖ്യയാക്കാനും അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് കയറാനുമായിരിക്കും അടുത്ത ശ്രമം. അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഇവിടെ കൃത്യമായ മോണിറ്ററിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. നേരത്തെ വാർത്തകളിലൊക്കെ സൂചിപ്പിച്ചിരുന്നു, കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ കൃത്യമായ മോണിറ്ററിങ് കേരള ആഭ്യന്തര മന്ത്രാലയവുമായിട്ടും ഓഫീസുമായിട്ടും പ്രവർത്തനങ്ങളുമായിട്ടും പോലീസുമായിട്ടും ബന്ധപ്പെട്ടും ഉണ്ടാകുന്നുണ്ട്. ക്രമസമാധാന ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ നയങ്ങളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തന്നെ തരണം ചെയ്യാനുള്ള നടപടികൾ കേന്ദ്രം ആരംഭിച്ചു കഴിഞ്ഞിട്ട് കാലം കുറയായി. തീർച്ചയായിട്ടും ഇതിനൊക്കെ ശക്തമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകും. രവാഡ ചന്ദ്രശേഖരനെ സംഖ്യയാക്കി എന്ന് വിചാരിച്ച് ഉള്ള കാര്യം ഇല്ല എന്നാകുമോ? ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ലവ് ജിഹാദായാലും അങ്ങനെ തന്നെ ഇവിടെ ഉള്ള കാര്യമാണ്. എത്ര പേരെ മാറ്റി എന്നുള്ളത് കൃത്യമായി തന്നെ PC ജോർജ് നേരത്തെ പറഞ്ഞതാണ്. അന്ന് അദ്ദേഹം BJP അല്ല, അന്ന് അദ്ദേഹം ജനപക്ഷം പാർട്ടിയുടെ ആളാണ്. എന്നിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്ന എത്രയോ പേരെ, ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ ഇതുപോലെ തന്നെ മതം മാറ്റി മതപരിവർത്തനം നടത്തി. ലവ് ജിഹാദ് ഉണ്ട്, പേര് അതിട്ട് വിളിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊരു പേര് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. എന്തൊക്കെയായാലും ശരി, ഇവിടെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ശക്തമായ സംവിധാനം ഉണ്ടാകണം ഇതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട്. നിയമ സംവിധാനങ്ങളും പോലീസും മറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും അതുപോലെ ഇന്റലിജൻസ് വിഭാഗവും ഒക്കെ തന്നെ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് പറയാനുള്ളത്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന്
മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.